ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ലൈറ്റ് ഹൗസിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അവസാനം വന്ന സമയത്ത് ഇവിടെ ഓഫായിരുന്നു. മൺഡേ ഇവിടെ ഹോളിഡേ ആയിരുന്നു. ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം നമുക്കിവിടെ കവർ ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അഗെയിൻ ഇവിടെ വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ എൻട്രി ഫീസ് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. എൻട്രി ഫീസ് വരുന്നത് 40 റുപ്പീസാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം, ഒരു 2 വർഷം മുന്നേ 20 റുപ്പീസാണ്. ഇപ്പോൾ അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 40 റുപ്പീസാണ് എൻട്രി ഫീ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിയ രീതിയിലുള്ള തിരക്കോ കാര്യങ്ങളോ ഇല്ല. എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കോ കാര്യങ്ങളോ ഇവിടെ ഇല്ല. 3-4 ഫാമിലീസ് മാത്രമേ ഇവിടെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് അകത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ് ഹൗസിനകത്ത് ഫസ്റ്റ് ഒരു മ്യൂസിയത്തിൻ്റെ അകത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ക്യാപിറ്റലറി ലാമ്പ് എന്നാണ് കൊടുത്തിട്ട്. ഇതെന്താ പ്രൊഡക്റ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെന്താ ചേട്ടാ, ഇവിടെ ഉള്ളതാണോ? ലാമ്പ് ചേഞ്ചർ യൂസ്ഡ് വേപ്പർ ലൈറ്റേഴ്സ്. ഇവിടെ ലൈറ്റ് കൊണ്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ട് കാണുന്നത്. പോയിന്റ് ലാബ് ചാർജർ, ഇതൊരു ചാർജർ ഫെസിലിറ്റി ആണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഗ്യാസ് ഫ്ലാഷർ, അതുപോലെ തന്നെ ഗ്യാസ് ബേണർ, ഗ്യാസ് മോട്ടർ, ഗ്യാസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോമ്പസ് എന്താണ്, ഇത് അറിയുന്നവർ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. റേഡിയോ റിസീവർ, ഓക്കെ. ഇത് വീഡിയോ ഹാളെന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ജസ്റ്റ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് ഒരുപാട് ടൈം എടുക്കും, അതുകൊണ്ട് നമ്മളിത് കാണുന്നില്ല. നമുക്ക് നെക്സ്റ്റ് റോയിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അത്യാവശ്യം സൈസൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ കാണുന്ന ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ടുള്ളത്. നല്ല ഫ്ലാറ്റാണ്, അപ്പോൾ അത്യാവശ്യം സൈസുള്ള വ്യക്തികളൊന്നും മുകളിലേക്ക് കയറാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടായിരിക്കും. ഇതൊന്നും എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല ആയിഷ്, ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടെ. ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊന്നും കാണുന്നില്ല. എന്താണ് ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ കുറച്ച് പ്രോഡക്റ്റ്സ് കാണുന്നുണ്ട്. സ്പ്രിറ്റ് ജാർ ഗ്ലാസ്, അതുപോലെ ടൂൾസ്, ജാറ്, ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരുപാട് പ്രോഡക്റ്റ്സുകളാണ് ഇവിടെ കൊടുത്തിട്ട് കാണുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടൂൾസ്. പ്രത്യേകിച്ച് വലിയ ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സാണ്. വേറെ വലിയൊരു സംഭവമൊന്നുമല്ല. അപ്പോൾ നമ്മൾ അങ്ങ് പുറത്തേക്ക് പോകണം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് ലൈറ്റ് ഹൗസ് മ്യൂസിയം. നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്താണ് വന്നത്. അപ്പോൾ നെക്സ്റ്റ് പുറത്ത് എന്താണെന്ന് നോക്കാം. പക്ഷെ അത്യാവശ്യം നല്ലൊരു വൈബുള്ള പ്ലേസാണ്, കാരണം വലിയ രീതിയിലുള്ള തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മളിതിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഔട്ട്സൈഡ് വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. മ്യൂസിയത്തിലാണ് അത്ര വലിയ റഷോ കാര്യങ്ങളോ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മുകളിൽ പോയിട്ട് അവിടുത്തെ വ്യൂ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഗൈസ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈനിങ്ങിലാണുള്ളത്, നല്ല ക്യൂവിലാണ് ഇപ്പം ഉള്ളത്. കാരണം ഇവരൊക്കെ ഇവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് വെക്കുന്നത്. ഏതായാലും നമുക്ക് കയറാൻ പറ്റുമെന്ന് വലിയ രീതിയിലുള്ള ഉറപ്പൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് ഇവിടെ. ഇവരെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്തൊക്കെയാണ് ഗൈസ്. അയ്യോ, അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടാണ്. ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് കയറണമെങ്കിൽ നല്ല രീതിയിലുള്ള ഡിഫിക്കൽട്ടാണ്.
ഒരുപാട് പേര് മുകളിലേക്ക് വരുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഒരു 5 o'clock ആകുമ്പോൾ ഇവിടെ ഫുള്ളായിട്ട് റഷ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നോർമലി ഇവിടെ സാറ്റർഡേ സൺഡേ ഒരു വീക്കെൻഡിൽ മാത്രമേ നല്ല രീതിയിലുള്ള റഷും കാര്യങ്ങളും ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഗായ്സ് ഇറങ്ങുന്ന ആ ഒരു സീന് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത്ര ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കാരണം നല്ല റഷായിരുന്നു. മ്യൂസിയത്തിൽ വളരെ തിരക്ക് വളരെ കുറവായിരുന്നു. പക്ഷേ ലൈറ്റ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ റഷായിരുന്നു. അതുകൊണ്ട് അത്ര പെർഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഇത്രയും ആകെ ചെറിയൊരു സ്പേസ് മാത്രമേ അവിടെ ഉള്ളൂ. കാരണം അത്ര വലിയ രീതിയിലുള്ള സ്പേസോ കാര്യങ്ങളോ അവിടെ ഇല്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രശ്നം. ചെറിയൊരു റൊട്ടേറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് മാത്രമേ അവിടെ പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ കഴിച്ചു. ഇല്ലെങ്കിൽ വണ്ടി അവിടെ ട്രാഫിക്കിൽ പെടും. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസിലെ കാഴ്ച. ഞാൻ എന്തായാലും ഒരു വട്ടം കൂടി ഇവിടെ വരുന്നതായിരിക്കും. മോർണിംഗിൽ വന്നതിന് അത്ര വലിയ രീതിയിലുള്ള തിരക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു വട്ടം മോർണിംഗിൽ വരുന്നതായിരിക്കും. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. അതിൻ്റെ ടോപ്പിൽ വേറെ തന്നെ ഒരു വൈബാണ്. അതിൻ്റെ ടോപ്പിൽ കയറിയാലേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ് ഇതാണ് ലൈറ്റ് ഹൗസ് മ്യൂസിയം. നെക്സ്റ്റ് ബിൽഡിംഗ് ആണല്ലോ. ടോപ്പിൽ ഒരുപാട് പേര് സ്റ്റേ ചെയ്യുന്നതാണോ. അതിൻ്റെ മുകളിൽ നിന്നിട്ട് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പോയത്. ചെറിയൊരു ക്ലിപ്പ് മാത്രമേ എനിക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ. കാരണം ആ ഒരു ചെറിയൊരു സ്പേസിൽ എനിക്ക് ടോട്ടൽ മാക്സിമം 20-25 മാക്സിമം അത്ര പേർക്ക് അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു 50 above ആൾക്കാർ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാതെ നിന്നത്. കാരണം അത്യാവശ്യം കെയർ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഡേഞ്ചറാണ്. കാരണം നമ്മൾ ഒരുപാട് പേര് അവിടെ ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടെ ഓൾറെഡി 50 above ആൾക്കാർ ഓൾറെഡി അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുന്ന സമയത്ത് കുറച്ചൊരു പ്രയാസമാണ്. കാരണം ആ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലൂടെയാണ് താഴത്തേക്ക് വരേണ്ടത്. അതാണ് മെയിൻ പ്രോബ്ലം. കയറുന്ന സമയത്ത് അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട്. നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് എന്തായാലും അനുഭവപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സൈസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കെയർ ചെയ്യുക. കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഇതാണ് ഗൈസ് ഓപ്പോസിറ്റ്. ഇതിൻ്റെ ഓൾറെഡി ബീച്ചിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ കാണാത്തവർ അത് കയറി കാണുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് നേരത്തെ എടുത്ത വീഡിയോ കട്ടായി പോയി. കാരണം എൻട്രൻസ് നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള നല്ല രീതിയിലുള്ള
പ്രശ്നമാണ് മുകളിലേക്ക് കയറി വരണമെങ്കിൽ. ഞാൻ പോകാൻ പോകുന്ന സമയത്ത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ആൾക്കാർ ഇറങ്ങാനുണ്ട്, ഇറങ്ങട്ടെ. അച്ചു കയറും, അച്ചു കയറും, അച്ചു കയറും. അമ്മ അവിടെ നിൽക്കമ്മേ, അമ്മ അവിടെ നിൽക്ക്. बच्चा अम्मा है നിൽക്കാൻ പറ്റില്ല. റേഡിയേഷന്റെ കംപ്ലൈന്റ് ആണ് എല്ലാരും ഇറക്കുന്നത്.